ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാധാരണയായി നമ്മൾ ഒരു വർഷത്തെ ഫലങ്ങളൊക്കെയാണ് നോക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, അതുപോലെ കരിയറിലെ ഉയർച്ചകൾ, വിവാഹം, വീട് നിർമ്മാണം എന്നിവയെല്ലാം നിർണ്ണയിക്കുന്നത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ദീർഘകാല ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങളാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കർക്കിടകം രാശിക്കാരുടെ 2026 മുതൽ 2030 വരെയുള്ള വരാനിരിക്കുന്ന 5 വർഷത്തെ ഫലങ്ങളാണ്. ഈ 5 വർഷത്തിനിടയിൽ ശനി ഭഗവാൻ ഏതൊക്കെ രാശിയിലൂടെ സഞ്ചാരം നടത്തും, അതുപോലെ വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങളൊക്കെ എപ്പോഴൊക്കെ തേടിയെത്തും, രാഹുകേതുക്കൾ നിങ്ങളുടെ ജീവിതത്തെയൊക്കെ എങ്ങനെ മാറ്റിമറിക്കും, നിങ്ങളുടെ സാമ്പത്തികം, ആരോഗ്യം, കരിയർ, കുടുംബജീവിതം എന്നിവയിൽ എന്തെല്ലാം മുൻകരുതൽ ഒക്കെ എടുക്കണം. ജ്യോതിഷ ശാസ്ത്രീയമായ കൃത്യമായ ഒരു വിശകലനം ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളുടെയൊക്കെ ഒരു സമയമായിരുന്നു. ശനി 2026 തുടക്കത്തിലൊക്കെ അഷ്ടമഭാവത്തിലൊക്കെ നിന്നുകൊണ്ട് വളരെയധികം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. 2026 മാർച്ച് മാസത്തോടെ ശനി നിങ്ങളുടെ 8ാം ഭാവത്തിൽ നിന്ന് 9ാം ഭാവമായ മീനൻ രാശിയിലേക്ക് രാശി മാറിയിരുന്നു. അതോടെ അഷ്ടമശനിക്കൊക്കെ അല്പം മോചനമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. പിന്നീട് ശനി 2028 10ാം ഭാവത്തിലേക്ക് രാശി മാറുന്നത്. വ്യാഴം ഈ 5 വർഷത്തിനിടയിൽ മിഥുനം, കർക്കിടകം, അതുപോലെ നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ചിങ്ങം, കന്നി, തുലാം എന്നീ രാശികളിലൂടെയൊക്കെ ഈ 5 വർഷത്തിനിടയ്ക്ക് സഞ്ചരിക്കും. ഇതിൽ 2026 ജൂലൈ മുതൽ 2027 വരെയുള്ള കാലഘട്ടം വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലൊക്കെ വരുന്നത് ഒരു സുവർണ കാലഘട്ടമാണെന്ന് പറയാം. 1.5 വർഷം കൂടുമ്പോൾ മാറുന്ന രാഹുകേതുക്കൾ ഈ 5 വർഷത്തിനിടയിൽ നിങ്ങളുടെ കരിയർ ഭാവത്തെയും സാമ്പത്തിക ഭാവങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. ഇനി ഓരോ വർഷവും നിങ്ങൾക്ക് എന്താണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് വിശദമായി നോക്കാം. കർക്കിടകൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു ശ്വാസം വിടാൻ കഴിയുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയാം. ഇതിന് പ്രധാന കാരണം 2026 മാർച്ചിൽ അവസാനിക്കുന്ന അഷ്ടമശനിയായിരുന്നു. അഷ്ടമശനി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് നിങ്ങളെ വേട്ടയാടിയിരുന്ന മാനസിക വിഷമങ്ങൾ, അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ 2026 ശമനമുണ്ടാകുന്നതാണ്. ശനി 9ാം ഭാവത്തിലേക്കാണ് ഇനി രാശി മാറി ഇപ്പോൾ നിൽക്കുന്നത്, മീനൻ രാശിയിലാണ്. അതോടുകൂടി ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കേണ്ട സമയമാണ്. കൂടാതെ വ്യാഴവും 2026 ജൂണിൽ നിങ്ങളുടെ രാശിയായ കർക്കിടകത്തിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ ബലം പൂർണ്ണമായി ലഭിക്കുന്ന ഒരു സമയമാണ്. ജോലിയില്ലാതെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് മികച്ച ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണെന്ന് പറയാം. തടസ്സപ്പെട്ട് കിടന്ന വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ആശ്വാസമൊക്കെ ഈ 2026 ലഭിക്കുന്നതാണ്. മാനസികമായ സമാധാനമൊക്കെ ഈ 2026 പകുതിക്കൊക്കെ ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2027 വർഷത്തിൻ്റെ പകുതി വരെ വ്യാഴം നിങ്ങളുടെ രാശിയിലൊക്കെ തുടരുന്നതിനാൽ വലിയ ബിസിനസ് നിക്ഷേപങ്ങൾക്കും അതുപോലെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുമൊക്കെ അനുകൂലമാണ്. 2027 2ാം പകുതിയിൽ വ്യാഴം നിങ്ങളുടെ 2ാം ഭാവം ചിങ്ങൻ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇത് ധനഭാവമാണ്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് 2027. കുടിശ്ശികകളൊക്കെ തീർക്കാനും പഴയ കടങ്ങളൊക്കെ വീട്ടാനും ഒക്കെ സാധിക്കുന്നതാണ്. സ്വർണമോ ഭൂമിയോ ഒക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് 2027. നിങ്ങളുടെ വാക്കുകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വലിയ വിലയും ലഭിക്കുന്നതാണ്. പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. 9ൽ ശനി നിൽക്കുന്നത് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ചില ആശങ്കകളൊക്കെ തന്നേക്കാം. എങ്കിലും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. 2028 കർക്കിടകൻ രാശിക്കാർക്ക് കരിയറിൽ വളരെ ഒരു നിർണായകമായ കാലഘട്ടമാണ്. ഈ വർഷം ശനി നിങ്ങളുടെ 10ാം ഭാവമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. 10ാം ഭാവം എന്നത് കർമ്മസ്ഥാനമാണ്. ശനി കർമ്മസ്ഥാനത്തൊക്കെ വരുമ്പോൾ അതിനെ കർമ്മശനി എന്നാണ് വിളിക്കുന്നത്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ്. കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും. ചിലർക്ക് ജോലി സ്ഥലത്ത് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറേണ്ട സാഹചര്യമോ ഒക്കെ ഉണ്ടാകാം.
പെട്ടെന്നുള്ള കോപമൊക്കെ കാരണം സഹപ്രവർത്തകരുമായിട്ട് തർക്കങ്ങളിലൊന്നും ഏർപ്പെടാൻ നിൽക്കരുത്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പങ്കാളിയുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ കൃത്യമായ രേഖകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. വലിയ റിസ്ക്കുകളൊന്നും ഈ 2028 എടുക്കരുത്. ഈ സമയത്ത് രാഹുവിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ധനലാഭമൊക്കെ തരാൻ സഹായിക്കുമെങ്കിലും അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി 2029-30 വർഷങ്ങളിലേക്ക് വന്നാൽ ഈ കാലഘട്ടത്തിൽ വ്യാഴം നിങ്ങളുടെ 4-5 ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇത് വീട്, വാഹനം, വിദ്യാഭ്യാസം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളാണ്. സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് 2029-30 കാലഘട്ടം വളരെയധികം അനുകൂലമാണ്. പുതിയ വാഹനം വാങ്ങാനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് വിദേശത്തൊക്കെ പോകാൻ അവസരമൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയമാണ്. മുൻപ് പിണങ്ങിയൊക്കെ പോയ ബന്ധുക്കൾ തിരിച്ചൊക്കെ എത്തുന്ന ഒരു സമയമാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉള്ള താല്പര്യം ഈ സമയത്ത് വർദ്ധിക്കും. തീർത്ഥയാത്രകളൊക്കെ നടത്താനും സാധിക്കുന്നതാണ്. 5 വർഷത്തെ ഈ കാലഘട്ടം അവസാനിക്കുമ്പോൾ നിങ്ങൾ 2026 എവിടെയായിരുന്നുവോ അവിടെ നിന്ന് സാമ്പത്തികമായും അതുപോലെ സാമൂഹികമായും ഒക്കെ വളരെ ഉയർന്ന ഒരു നിലയിലൊക്കെ എത്തി നിൽക്കാൻ ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും കർമ്മശനിയൊക്കെ ഉള്ളതിനാലും രാഹുകേതുക്കളുടെ മാറ്റങ്ങളൊക്കെ ഉള്ളതിനാലും ചില ചെറിയ തടസ്സങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇവ മറികടക്കാൻ ഈ 5 വർഷ കാലയളവിൽ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർക്കിടകൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ ദോഷങ്ങളൊക്കെ മാറാനും മാനസിക സമാധാനത്തിനുമൊക്കെ വേണ്ടി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ശിവന് ധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശനിദോഷ ശാന്തിക്കായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത്, അതുപോലെ ശനിയാഴ്ചകളിൽ എള്ളുതിരി വഴിപാട് കഴിക്കുന്നതൊക്കെ കർമ്മരംഗത്തെയൊക്കെ തടസ്സങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. സർപ്പദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക അല്ലെങ്കിൽ നാഗരാജാവിനെയൊക്കെ വണങ്ങുന്നത് സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതാണ്. ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ഒക്കെ പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ ഒക്കെ നൽകുന്നതും വളരെയധികം പുണ്യമായിരിക്കും. ചുരുക്കത്തിൽ 2026 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷം കർക്കിടകൻ രാശിക്കാർക്ക് കരിയറിലും ജീവിതത്തിലും വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. പോസിറ്റീവായ ചിന്തകളോടെ കഠിനാധ്വാനമൊക്കെ ചെയ്യാൻ തയ്യാറായാൽ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു സമയമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.